ഹലോ ശിവ, കിട്ടുന്നില്ലല്ലോ. പോയില്ലേ ഇതുവരെ? എവിടെയെന്ന് വെച്ചാ പോയെന്ന് അന്വേഷിക്ക്. നോക്കാം. ഞാനും കൂടെ വരട്ടെ? ഇവിടെ ഇരുന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. വേണ്ട ഗീത, താൻ വരണ്ട, ഞാൻ ഇടക്കിടക്ക് വിളിച്ചോളാം. മുരളി, അപ്പുനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അത് പറയാനല്ലേ ഞാൻ വന്നത്. നിങ്ങൾ വിഷമിക്കണ്ട, അപ്പു തിരിച്ചെത്തിയിട്ടുണ്ട്. എവിടെ എവിടെയാ അവള്? മോള് വീട്ടിലുണ്ട്. അവളെന്താ പിന്നെ ഇങ്ങോട്ട് വരാത്തത്? അത് പിന്നെ അതിന് പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? അവിടെ മാളും ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടെ കൂടിയെന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്ന ലേറ്റ് ആയതിന് നിങ്ങൾ രണ്ടുപേരും വഴക്ക് പറയുന്നുള്ളൊരു പേടിയും കാണും. എന്നാ പിന്നെ വിവരം നേരിട്ട് വന്ന് നിങ്ങളെ അറിയിക്കാമെന്ന് കരുതി. എന്നാ വീട്ടിൽ പോയി അവളെയും കൂട്ടിക്കൊണ്ടുവാ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഇന്ന് അപ്പോൾ അവിടെ കിടന്നോട്ടെ. പാവം നല്ല ക്ഷീണമുണ്ട്. വന്ന ഉടനെ ഉറങ്ങാൻ കിടന്നു. ക്ഷീണോ? എന്താ മുരളി അവക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തു കുഴപ്പം? ഒരു കുഴപ്പമില്ലെന്നേ. BP ഒരു മിനിറ്റ് ഒന്ന് വന്നേ. മുരളി, എന്താന്ന് വെച്ചാ എന്നോട് കൂടി പറ. ഒന്നും ഇല്ലെന്നേ. സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. BP ഒന്ന് വന്നേ. എന്താ മുരളി, എന്താ ശരിക്കും അപ്പൂന് പറ്റിയത്? എവിടെയായിരുന്നു അവൾ ഇതുവരെ? കുറച്ചു മുമ്പ് ശിവേട്ടൻ എന്നെ വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് പോലീസ് ക്വാർട്ടേഴ്സ് വരെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അപ്പു അവിടെ ഉണ്ടായിരുന്നു. അവൾ അവിടെ എങ്ങനെ? ടൗണിലെ ഒരു ബാറിന് സമീപം ചില ആന്റി സോഷ്യൽ ടീമുമായി അപ്പു തല്ലുണ്ടാക്കി. അങ്ങനെയാ പോലീസ് ഇടപെട്ടത്. എല്ലാവരും മദ്യലഹരിയിലായിരുന്നു. അപ്പു മുരളി, അപ്പു മദ്യപിച്ചെന്നോ? കേട്ടപ്പോൾ എനിക്കും വിശ്വസിക്കാനായില്ല. പക്ഷേ അപ്പുവിനെ കണ്ടപ്പോൾ ശിവേട്ടൻ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമായി. ശിവേട്ടൻ്റെ സർക്കിളിലുള്ള സ്റ്റേഷൻ ഓഫീസറായിരുന്നു അപ്പുവിനെയും ടീമിനെയും കസ്റ്റഡിയിലെടുത്തത്. യാദൃശ്ചികമായി ശിവേട്ടൻ ആ സമയത്ത് സ്റ്റേഷൻ വിസിറ്റ് ചെയ്തു. ആളെ മനസ്സിലായപ്പോൾ അപ്പുവിനെ കേസിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. VP വൈകിട്ട് ശിവേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പുവിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ ശിവേട്ടന് VP വിളിച്ച് വിവരം പറയാനൊരു വിഷമം. അതുകൊണ്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോ അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് മുരളി? ആള് ബോധം കെട്ടുറങ്ങ. ശിവേട്ടൻ പറയുന്നത് മദ്യം മാത്രമല്ല, ഡ്രഗ്സ് എടുത്തിരിക്കാൻ സാധ്യത ഉണ്ടെന്നാ. കൂടുള്ള ടീമിൻ്റെ പക്കൽ അതും ഉണ്ടായിരുന്നത്രേ. ഇതൊന്നും ഗീതയുടെ മുന്നിൽ വെച്ച് പറയണ്ടെന്ന് കരുതിയിട്ടാ. അപ്പുവിനെ എത്രയും വേഗം ഒരു ഡോക്ടറെ കാണിക്കണം VP. അവൾ ഈ പോക്ക് പോയാൽ